UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സേനാപതി മണ്ഡലം കൺവെൻഷനും റോഡ് ഷോയും നടന്നു. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയായ രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേനാപതി മണ്ഡലം കൺവെൻഷൻ മാങ്ങാത്തൊട്ടിയിൽ നടന്നത്. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം ആളുകൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പിണറായി സർക്കാർ അവസരം നൽകിയിട്ടില്ല. ആ അവസ്ഥയിൽ നിന്നും മോചനം കിട്ടാൻ നമ്മുടെ മുൻപിൽ 14 ദിവസം മാത്രമേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ കാലത്താണ് പ്രളയം കൊണ്ടുവന്നത്. പിണറായി വിജയനാണോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ പിണറായി വിജയൻ ഉണ്ടായപ്പോൾ പ്രളയവും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. 2019 രണ്ടാം പ്രളയം ഉണ്ടായി, നിപ്പയുണ്ടായി. ലോകത്തിന്റെ ടൂറിസം മാപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം തകർത്തത് നിപ്പ വൈറസിന്റെ വ്യാപനമാണ്. 2019 20 കോവിഡ് വന്നു. 21 കോവിഡ്, 22 കോവിഡ്. സ്വസ്ഥതയോടുകൂടി കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വർഷം സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടോ? അല്ല, നമ്മൾ ആലോചിക്കുക. ആ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടാൻ കേവലം നമ്മുടെ മുന്നിൽ 14 ദിവസമാണുള്ളത്. 14 ദിവസം കഴിയുമ്പോൾ, അതിനുശേഷം വോട്ടിന്റെ വിധി ഫലം വന്നു കഴിയുമ്പോൾ ഈ നാട് രക്ഷപ്പെട്ടു എന്ന് സമാശ്വസിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ രാജകുമാരി സേനാപതി പഞ്ചായത്തിലെ നമ്മുടെ ഈ നേതൃയോഗത്തിൽ. കൺവെൻഷന്റെ ഭാഗമായി LDF-ൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രവർത്തകരോട് വോട്ട് അഭ്യർത്ഥിച്ചു. ഞാൻ ഇന്നും കോൺഗ്രസിൽ ഇതിൻ്റെ ഒരു പതാക വാഹകനായി ഈ പാർട്ടിയെ കുറിച്ച് പഠിക്കുക, ഈ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതായിരുന്നു എൻ്റെ ലക്ഷ്യവും എൻ്റെ ദൗത്യവും. ഞാനത് പൂർണ്ണമായി വിനിയോഗിച്ചു എന്ന് എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. കാരണം ഈ മേഖലയിലെ രാഷ്ട്രീയ കൊലപാതകം അവസാനിക്കാൻ നിരന്തരമായി CPM-നെതിരെ ആശയപ്രകടനം പോരാട്ടം നടത്തിയതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് വിനയപരിസരം അഭ്യർത്ഥിക്കാൻ, ഞാൻ 47 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചതാണ്. പ്രസംഗ തൊഴിലാളി എന്ന് പോലും പേര് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന, 47 കൊല്ലത്തെ എൻ്റെ ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള സേവനത്തിൻ്റെ പ്രതിഫലം ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ മത്സര വിജയമാണ്. അത് ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ പിച്ചവെച്ച, ഞാൻ രാഷ്ട്രീയക്കാരനായി മാറിയ ഈ പഞ്ചായത്തിൽ നിന്ന് നിങ്ങളെന്നെ സഹായിക്കണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുക. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാങ്ങാത്തൊട്ടി ടൗണിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ ഇബ്രാഹിംകുട്ടി കല്ലാർ മുഖ്യപ്രഭാഷണം നടത്തി. MB ജോസ്, ബെന്നി തുണ്ടത്തിൽ, കൊച്ചുത്രേസ്യ പൗലോസ്, സജോ പന്തത്തല, ബോസ് പുത്തേത്ത്, പിയൂസ് കറിയ, നോബർട്ട്, ബെന്നി ഇല്ലിമൂട്ടിൽ, ജെയിംസ് തെങ്ങുംകുടി, മണ്ഡലം ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, സേനാപതി.